ഐ എം അഭിരാം. എൻ്റെ നാട് പാലക്കാടാണ്. പാലക്കാട് തിരുവാഴിയോട് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത്. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു പെട്ടെന്ന് ഉണ്ടായൊരു സംഭവമല്ല. മീൻസ് എനിക്ക് +2 കഴിഞ്ഞതും വന്നല്ലോ. ഇപ്പോൾ +2 പെട്ടെന്ന് നമ്മൾ ഇതിലോട്ട് പോകുമ്പോൾ നമുക്കറിയാം ഇറ്റ്സ് ഓക്കെ, നമ്മൾ ജോബ് നോക്കിയിട്ട് അതിൻ്റെ ഒരു വേക്കൻസീസ് അങ്ങനെ നോക്കിയിട്ട് പോകാന്ന് പറഞ്ഞാൽ ഇതെനിക്ക് ചെറുപ്പം തൊട്ടുള്ളൊരു ഡ്രീമാണ് ടു ബിക്കം എ പൈലറ്റ്. ചെറുപ്പത്തിലെ അവൻ ഒരു ആഗ്രഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ഞങ്ങൾ ആ സമയത്ത് അങ്ങനെ വിട്ടുപോയി. കാരണം അപ്പോൾ ഇനി അതിനെക്കുറിച്ചും ചിന്തിക്കാനുള്ള ഒരു ഇതൊന്നുമില്ല. പിന്നെ ഞങ്ങളൊരു +2 ഒക്കെ കഴിഞ്ഞ സമയത്താണ് വീണ്ടും 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 നമുക്ക് തന്നെ നോക്കിയാലോ പറഞ്ഞിട്ട് അങ്ങനെ വീണ്ടും വന്നു. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഡീപ്പായി അന്വേഷിച്ചു. കുറേ അക്കാഡമികൾ വിളിച്ചു ചോദിക്കുകയും ഒക്കെ ചെയ്തു. പിന്നെ ഇത് വേണോ മെഡിസിൻ വേണോ അങ്ങനെയുള്ള പല പല കോഴ്സിലേക്കും തിരിഞ്ഞു. പിന്നെ അവസാനം ഇത് തന്നെ എടുക്കാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തി. അങ്ങനെ അപ്പോൾ അതിന് ഞങ്ങൾ ഫുൾ സപ്പോർട്ട് ചെയ്തു. അങ്ങനെയാണ് ഞങ്ങൾ കേരള ഫ്ലൈറ്റ് അക്കാഡമിയിൽ വന്ന് അന്വേഷിച്ച് അവിടെ തന്നെ ജോയിൻ ചെയ്യാമെന്ന് വെച്ച് തീരുമാനിച്ചു. ഇങ്ങനെ KFയിൽ എത്തിയത് ഒരു ആഡ് കണ്ടിട്ടാണ്. ഫസ്റ്റ് ഇൻസ്റ്റാം ഒരു ആഡ് കണ്ടാണ് KFയിൽ എത്തിയത്. അതായത് കോൺടാക്ട് ചെയ്തു ഇവിടുത്തെ കൗൺസിലർ, ഐ തിങ്ക് ഷഹാന മാം ഓർ ശ്രുതി മാം, ആരൊക്കെ കോൺടാക്ട് ചെയ്തു. ആൻഡ് എനിക്ക് തൊട്ടടുത്ത ദിവസം തന്നെ ഇവിടുത്തെ മാനേജറായ നമ്മുടെ ബിഷു സാറിൻ്റെ കോൺടാക്ട് വന്ന ഒരു അപ്പോയിൻമെൻറ്റ് വന്ന് ഞാൻ സംസാരിച്ചു. ആൻഡ് ഐ വാസ് ഓക്കെ വിത്ത് ഹിം. സാറ് പറഞ്ഞ ഓരോ കാര്യങ്ങളും ഇപ്പോൾ കുറേ അക്കാഡമീസിനോട് ഞാൻ കൗൺസിലേഴ്സായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ബട്ട് അവിടെ നിന്ന് കിട്ടാത്ത ഒരു ട്രസ്റ്റ്, ഒരു ഉറപ്പ് നമുക്ക് എന്തോ ഒറ്റ മീറ്റിങ്ങിൽ ബിഷു സാറിനെ നിന്ന് കിട്ടുകയും അതിൽ നിന്ന് എടുത്തൊരു അഡ്മിഷനാണ്. ടു ബി ഫ്രാങ്ക്, ഞാൻ വന്നു, ആളെ സംസാരിച്ചു, അങ്ങനെ കണ്ടെടുത്തൊരു അഡ്മിഷനാണ്. ആൻഡ് സാർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഇതുവരെ ഒരു പ്രോബ്ലം വന്നിട്ടില്ല. ഒക്കെ അപ് ടു സാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ആൻഡ് ഞങ്ങൾക്കൊരു ചാൻസ് കിട്ടി ഇവിടെ വന്നിട്ട്. ഫസ്റ്റ് KFയിലോട്ട് വന്നിട്ട് ഒരു ഫ്ലൈയിങ് കിട്ടി, Diamond 42. ആൻഡ് ഐ തിങ്ക് ഇത് കേരളത്തിലോ അതോ ഇന്ത്യയിൽ തന്നെ വേറൊരു അക്കാഡമീസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവില്ല. അതായത് ഗ്രൗണ്ട് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിനൊരു എക്സ്പീരിയൻസ് ഇൻ ദി എയർ, അത് ഇതിനായിട്ട് പാഷനോടെ വരുന്ന സ്റ്റുഡൻസിന് ഇറ്റ് ഈസ് എക്സ്ട്രീംലി സംതിങ് ഡിഫറെൻറ്റ്. അതായത് സ്റ്റുഡൻസിന് അങ്ങനെ ഒരു ചാൻസ് ഇട്ട് പറയുന്നത് അത് ചെയ്തു തന്നതിന് KFയോടും ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്. KFനോട് ഒരു ബിഗ് താങ്ക്സ്.